ആലപ്പുഴ ചെന്നിത്തലയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. നവോദയ വിദ്യാലയത്തിലെ 8ാം ക്ലാസ്സുകാരനായാണ് മർദ്ദനമേറ്റത്. +1 വിദ്യാർത്ഥികളായ 6 പേർ ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ 10:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത്. പിറ്റേ ദിവസം രാവിലെയാണ് എന്നെ സ്കൂളിൽ നിന്ന് സാറ് വിളിച്ചിട്ട് പറയുന്നത് അവിടം വരെ വരണം, +1 വിദ്യാർത്ഥിയും മോനുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി, അതുകൊണ്ട് അവിടം വരെ വരണം എന്ന് എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞത്. പക്ഷേ ഞാനത് ആദ്യത്തെ ഒരു സംഭവം ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ സ്ഥിരം ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മളത് വലിയ നിസ്സാരമായിട്ടാണ് കണ്ടത്. എങ്കിലും ഞാൻ തീരുമാനിച്ചു എന്തായാലും വിളിച്ചതല്ലേ അവിടം വരെ പോകാമെന്നുള്ള രീതി വെച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഭയങ്കര മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. എൻ്റെ മോനെ അടിച്ച് ബോധം കെടുത്തി ഒരു 3, 4, 5 പേരോട് ഏറ്റവും ലാസ്റ്റ് ഇവനെ പൊക്കിയെടുത്ത് അവൻ്റെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുവന്ന് വെക്കുകയും പിന്നെ അത് കൂടാതെ പിന്നെ മറ്റുള്ള കുട്ടികളെയും ശരിക്കും ഉപദ്രവിച്ചു. മൊത്തോളം 7 പേരെയാണ് ഇവർ ഉപദ്രവിച്ചത്. പിന്നെ അന്ന് രാത്രി തന്നെ 10:30-ഓടെ ഈ കുട്ടികളെ അവർ സസ്പെൻഡ് ചെയ്യുകയും ബാക്കി രക്ഷകർത്താക്കളെ വിളിച്ച് ആ കുട്ടികളെയെല്ലാം പറഞ്ഞു വിടുകയുമാണ്, ഉപദ്രവിച്ച കുട്ടികളെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ എൻ്റെ മോനെ ആ രാത്രി ബോധം കെട്ട സമയത്ത് പോലും ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം ഞാനവിടെ ചെല്ലുമ്പം ഇവൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളും പറയുന്നതാണ് ഞാൻ അറിയുന്നത്, ഇവനെ ശരിക്കും ഉപദ്രവിച്ചു, ഇവൻ്റെ ബോധം വരെ പോയ അങ്കിള് എന്നാണ് ബാക്കിയുള്ള ഇവൻ്റെ സഹപാഠികൾ നമ്മളടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ തിരക്കി അവനെ അവിടുന്ന് പിന്നെ ഗേറ്റ് പാസ് മേടിച്ചു, അവനെ മെഡിക്കലിൽ കൊണ്ടുപോയി മെഡിക്കലും എടുത്തു. മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ലൈനിലും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി എന്നെ എന്തായാലും വിളിക്കുമെന്ന് പറഞ്ഞൊരു 10ാം ക്ലാസ്സിലെ ചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചു. എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഉടനെ എന്നെ 11ാം ക്ലാസ്സിലൊരു ചേട്ടൻ എൻ്റെ കാരണം തട്ടിച്ചു. എന്നിട്ട് എന്നെ നടുക്കത്തെ ഒരു ബെഡിൽ കൊണ്ടുപോയിട്ട് കുറേ പുറത്തും വയറ്റത്തും കാരണത്തൊക്കെ അടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന സമയത്ത് വേറെ എൻ്റെ ക്ലാസ്സിൽ തന്നെ 6-7 പിള്ളേരുണ്ടായിരുന്നു. അവർക്ക് പരാതിയില്ലെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ കുറേ അവരെ സമാധാനിപ്പിച്ച് അവർക്ക് പരാതിയില്ലെന്ന് പറഞ്ഞു. അവരിങ്ങനെ 2 പേരായിട്ട് ഒരു ബെഡിൽ കിടന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. അടിക്കും. ഇല്ല, ഇതാദ്യമായിട്ട്. പരാതി പറഞ്ഞപ്പോൾ അവരെ സസ്പെൻഷന് ഒരാഴ്ചത്തേക്ക് വിട്ടതേ ഉള്ളൂ. രാത്രി 10:30 സമയത്ത്. അപ്പം തന്നെ വാർഡൻ വന്നിട്ട് സാറുമാരെ വിളിച്ചോണ്ട് പോകും. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്താണ് ഈ പരാതി? ഇതിൽ പോലീസിന്റെ നടപടി ആരംഭിച്ചിട്ടുണ്ടോ? സജിത്ത്, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബമാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഈ തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ അവിടുത്തെ ഹോസ്റ്റൽ, ഉദയഗിരി എന്ന ഹോസ്റ്റൽ വിഭാഗത്തിലാണ് ഈ മർദ്ദനം ഉണ്ടായിട്ടുള്ളതെന്നാണ് കുട്ടിയുടെ കുടുംബം പറയുന്നത്. കുട്ടിയുടെ ശരീരത്തിൽ അടിയേറ്റ പാടുകളുണ്ട്. ഒപ്പം തന്നെ മുഖത്ത് അടിയേറ്റിട്ട് ചെവി നീര് വെച്ചൊരവസ്ഥയിലാണ് ഉള്ളത്. ഈ നേരത്തെ രക്ഷകർത്താവ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിങ്കളാഴ്ച രാത്രി ഈ സംഭവം സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് ഈ കുട്ടികൾ പല കാറ്റഗറി ആയുള്ള ഹോസ്റ്റൽ റൂമുകളിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവര് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് എത്തിയതോടുകൂടി പുതിയ ഹോസ്റ്റലിലേക്ക് എത്തിയ വിദ്യാർത്ഥികളാണ്. കട്ടച്ചിറ സ്വദേശിയായ ഈ കുട്ടി ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ രക്ഷകർത്താവ് വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ സീനിയർ വിദ്യാർത്ഥികൾ കടന്നു പോകുമ്പോൾ, അതായത് ഒരേ ഹാളിൽ തന്നെയാണ് ഈ ഹോസ്റ്റലുകൾ ഡിവൈഡ് ചെയ്ത് റൂമുകൾ, അതായത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയുമായി പല പേരുകളിൽ ഡിവൈഡ് ചെയ്ത റൂമുകളാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതിൽ 2 കുട്ടികൾ, അതായത് ഈ മർദ്ദനമേറ്റ കുട്ടിയും മറ്റൊരു കുട്ടിയും ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടക്കുന്നത് കണ്ട് അതേ തുടർന്നാണ് ഉള്ള കളിയാക്കലും ചോദ്യം ചെയ്യലുമാണ് പിന്നീട് ഇത്തരമൊരു മർദ്ദനത്തിലേക്ക് എത്തിയെന്നുള്ളതാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ വിട്ട് ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉദയഗിരി എന്ന ഹോസ്റ്റൽ വിഭാഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് അവിടെ വെച്ചാണ് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ നെഞ്ച് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴും പാടുകളുണ്ട് എന്നുള്ളതാണ്.
തുടർന്ന് ഈ കുട്ടിയെ രാത്രി മർദ്ദനമേറ്റ് മുഖത്തടിയേറ്റ് ഉൾപ്പെടെ അടിയേറ്റിട്ട് കുട്ടി ബോധരഹിതനായി വീണു എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ രാത്രി ഈ സംഭവം ഉണ്ടായതോ അല്ലെങ്കിൽ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനോ ഉള്ള മറ്റു നടപടിക്രമങ്ങളൊന്നും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതും ഉള്ള ഗൗരവകരമായ ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ, അതായത് ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, സ്കൂളിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ അധികൃതർ രക്ഷകർത്താവിനെ വിളിപ്പിക്കുകയായിരുന്നു. തുടർന്ന് രക്ഷകർത്താവ് എത്തിയപ്പോഴാണ് ഇത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ളത് മനസ്സിലായത്. കുട്ടിയെ വൈദ്യപരിശോധനക്കടക്കം വിധേയനാക്കിയ ശേഷമാണ് ഇപ്പോൾ അവർ മാന്നാർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ആലപ്പുഴ ചെന്നിത്തലയിൽ കുട്ടിക്ക് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്.